ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസൈനർ കുർത്തിയാണ്. അപ്പോൾ ഞാനിവിടെ 2.5 മീറ്റർ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. 2 മീറ്റർ നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രെപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഹൂപ്പ് വേണം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഹൂപ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ സിസർ, ടേപ്പ്, സ്കെയില്, ചോക്കെല്ലാം മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 12 നമ്പർ നീഡിലാണ് കേട്ടോ. ഇനി ഗ്രീൻ കളർ ത്രെഡ് വേണം. പിന്നെ വേണ്ടത് നമുക്ക് സീക്വൻസ് വേണം. ഞാൻ ഗ്രീൻ കളർ ലീഫിൻ്റെ ഒരു സീക്വൻസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കട്ട് ബീഡ്സ്, ഷുഗർ ബീഡ്സ്, പിന്നെ നമുക്ക് ഗോൾഡൻ്റെ ബീഡ്സും കൂടി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാനിവിടെ ഈ കുർത്തി ഡിസൈൻ ചെയ്യാനായിട്ട് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു A4 സൈസിൻ്റെ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ യെല്ലോ കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. പെൻസിൽ, ഇറേസർ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കുർത്തിക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻ്റ് എല്ലാം എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെഷർമെൻ്റ് എല്ലാം ഞാനിതിൽ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മെഷർമെൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നോർമലി സ്ലിറ്റ് ടോപ്പ് തന്നെയാണ് ചെയ്യുന്നത്. യോക്ക് പോർഷനിലും സ്ലീവിലാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഫസ്റ്റ് ഒരു പേപ്പറിൽ വരച്ചെടുക്കണം. ഇനി നമുക്ക് മാർക്കിങ് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.5, നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചസാണ്. നിങ്ങൾ ഏത് ഷേപ്പ് നെക്കാണ് എടുക്കുന്നത് അത് വരച്ചെടുക്കണം. ഞാനിവിടെ നോർമലി റൗണ്ട് നെക്കാണ്. പിന്നെ ഉള്ളത് ഞാൻ ബാക്കിയുള്ള ഡിസൈൻസ് ഇതുപോലെ വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ടോപ്പ് ഡ്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലൈനിങ് ആണ്, ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. ഞാനിവിടെ 4 ഫോൾഡ് ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് 40 ഇഞ്ചസ്, അതുപോലെ ഷോൾഡർ 7.5 ഇഞ്ചസ്, ആം ഹോളും 7.5 ഇഞ്ചസാണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് എടുക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ചെസ്റ്റ് റൗണ്ട് +4 ഡിവൈഡഡ് ബൈ 4 +1 ഇഞ്ചസാണ്. അപ്പോൾ ഞാനിവിടെ 10+1 ആണ് കേട്ടോ. ഇതിൻ്റെ 1 ഇഞ്ചസാണ് എടുക്കുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് 2.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ലെങ്ത്, ഫ്രണ്ട് നെക്ക് 6 ഇഞ്ചസ്, ബാക്ക് നെക്ക് 4 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് 15 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 9+1 ഇഞ്ചസാണ്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചസ് സീം അലവൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ബാക്ക് ആം ഹോൾ നമുക്ക് കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഫ്രണ്ട് ആം ഹോൾ ജസ്റ്റ് ഒന്ന് കുഴിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത് ആണ് വേണ്ടത്. ഹിപ്പ് ലെങ്ത് 20 ഇഞ്ചസാണ്. ഹിപ്പ് റൗണ്ട് വരുന്നത് 10+1 ഇഞ്ചസാണ്. നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് ചേഞ്ചസ് വരുത്തണം കേട്ടോ. അപ്പോൾ ഞാനിത് എൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. XXL സൈസിലുള്ളതൊക്കെ ഏകദേശം ഈ ഒരു സൈസായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് 1 ഇഞ്ചസ് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡ് പോർഷനിൽ 1 ഇഞ്ചും ആം ഹോളിൻ്റെയും അതുപോലെ ഷോൾഡറിലും 1/2 ഇഞ്ചും നെക്കിൻ്റെ പോർഷനിൽ 1/4 ഇഞ്ചുമാണ് സീം അലവൻസ് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സീം അലവൻസ് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യും. നെക്ക് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഫ്രണ്ട് പീസ് മാറ്റിയിട്ട് ഫ്രണ്ട് നെക്കും ഫ്രണ്ട് ആം ഹോളും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മെയിൻ പീസ് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് 4 ഫോൾഡ് ആക്കിയതിന് ശേഷം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സ്ലീവ് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇല്ലേ, ലൈനിങ്, അത് നമുക്ക് ബാക്ക് പീസ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസ് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്.
മെയിൻ പീസ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലൈനിങ്ങിനെക്കാളും ഒരു 5 ഇഞ്ചസോ 3 ഇഞ്ചസോ കുറച്ച് കൂടുതലായിരിക്കണം, ഇറങ്ങി നിൽക്കണം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ വരച്ച് വെച്ച ആ ഒരു ഡിസൈൻ നമുക്ക് അതിൽ നെക്ക് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ തുണിയിൽ കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഈ ഒരു തുണിയിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എത്രത്തോളം ലെങ്ത് വേണോ നോക്കാം. യോക്ക് ലെങ്ത് ഞാനിവിടെ 15 ഇഞ്ചസാണ്. നമ്മൾ വേസ്റ്റ് ലെങ്ത് എത്രയാണോ എടുത്തത് അത് തന്നെയാണ് സെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രത്തോളം എവിടം വരെ ഡിസൈൻ വേണം എന്നുള്ളത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ നെക്കിൻ്റെ പോർഷനും അതുപോലെ യോക്ക് ലെങ്തും ഇവിടെ വരച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രത്തോളം പോർഷനിൽ നമുക്ക് ഡിസൈൻ വേണം എന്നുള്ളതാണ് വരച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു യെല്ലോ കാർബൺ പേപ്പർ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വരച്ച ഡിസൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ക്ലോത്തിൽ ഇത് ട്രേസ് ആയിക്കോളും. ഈ ഒരു പോർഷൻ വരച്ചതിന് ശേഷം താഴേക്ക് നമുക്ക് ഇതേപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ട ഐറ്റംസ് നോക്കാം. ഫസ്റ്റ് ഗോൾഡൻ ബീഡ്സ് ആണ്, പിന്നെ വേണ്ടത് ഈ ഒരു ലീഫി സീക്വൻസ് ആണ്, പിന്നെ ഗോൾഡൻ്റെ കട്ട് ബീഡ്സ്, അതുപോലെ ഗ്രീൻ കളർ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ഷുഗർ ബീഡ്സ്, ഗോൾഡൻ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ ലീഫിൻ്റെ സീക്വൻസ് കൊടുക്കാം. അതുപോലെ ഗോൾഡൻ ബീഡ്സും കൂടി കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ ലൈൻസ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഗോൾഡൻ്റെ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുമ്പോൾ 3 കട്ട് ബീഡ്സ് ഇട്ടിട്ട് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് അടുത്ത ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ ഇടുമ്പോൾ ഫസ്റ്റ് കൊടുത്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ ലാസ്റ്റ് ബീഡ്സിനകത്തൂടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു നീഡിൽ ഇറക്കാനുള്ളത്. എന്നാലേ നല്ല സെക്യൂറായിട്ട് ഇരിക്കത്തുള്ളൂ കേട്ടോ, അത് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എല്ലാ ലൈൻസും ഇതുപോലെ ചെയ്തെടുക്കാം. ഈ ലൈൻസ് കഴിഞ്ഞിട്ട് വരുന്നത് ലീഫാണ്. അപ്പോൾ ലീഫിൽ നമുക്ക് ഇതുപോലെ തന്നെ ഗ്രീൻ കളർ കട്ട് ട്യൂബ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ സ്കാറ്റേഴ്സ് ആയിട്ട് ഇതുപോലെ ഒരു ചെറിയ വട്ടം വരച്ചിട്ട് നമ്മളൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഗോൾഡൻ്റെ ബീഡ്സ് ആണ്. ഫസ്റ്റ് ഗോൾഡൻ്റെ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിന് ചുറ്റുമായിട്ടും ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒരു ഗോൾഡൻ്റെ സീക്വൻസ്, അതുപോലെ ഗോൾഡൻ്റെ ഒരു കട്ട് ബീഡ്സും പിന്നെ ഒരു ഗ്രീൻ്റെ കട്ട് ബീഡ്സും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതും ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ലൈനിങ് ആണ് ഞാനിപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എടുക്കാം. ലെങ്ത് 20 ഇഞ്ചസ് ആണ്. അപ്പോൾ 20 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ 10 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. 10 ഇഞ്ചസ് കിട്ടുന്നത് നമ്മൾ നേരത്തെ ഷോൾഡർ ആം ഹോളൊക്കെ 7.5 ആണ് എടുത്തിരിക്കുന്നത്, പ്ലസ് 2 ഇഞ്ചസ് ആണ് കേട്ടോ. പിന്നെ ഒരു 1/2 ഇഞ്ചസ് നമ്മൾ അലവൻസ്, അതായത് ഒരു സൈഡിൽ ജോയിൻറ്റ് വരുന്നത് കൊണ്ട് അലവൻസും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ചസ് ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ക്യാപ് ഹൈറ്റ് 3 ഇഞ്ചസ് ആണ്, അതും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത്. ജോയിൻ ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സ്ലീവിൻ്റെ പോർഷൻ മെയിൻ പീസും കൂടി നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ആംഗിൾ ലെങ്ത് വരെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കണം. ആംഗിൾ ലെങ്ത് പറയുമ്പോൾ ഒരു 10 ഇഞ്ചസോളം വരും. അപ്പോൾ ആ 10 ഇഞ്ചസ് ബോട്ടം റൗണ്ടിൽ നിന്ന് മുകളിലേക്ക് 10 ഇഞ്ചസ് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെയിൻ പീസിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ ലൈനിങ് പീസ് വെച്ചിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. ഓക്കെ, സ്ലീവിലും ഞാൻ ഈ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഫ്ലവേഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ ഫ്ലവർ ഞാനിവിടെ കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. ഫസ്റ്റ് നമുക്കിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്തതിന് ശേഷം പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ ആ ഒരു എഡ്ജ് പോർഷനിൽ നമുക്കൊരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് പോർഷനിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഷോൾഡറിലും നെക്കിലും ബാക്ക് നെക്കിലും കൂടെയാണ് ഒരുമിച്ചാണ് നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നത്. ഓക്കെ, ഞാൻ ആ പോർഷനൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട്. ഇനി സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നല്ല വശം എടുക്കുന്നു. അതേപോലെ തന്നെ ക്രേപ്പിൻ്റെ മെറ്റീരിയൽ നമ്മൾ ലൈനിങ് മെറ്റീരിയലും അതേപോലെ വെച്ചതിന് ശേഷം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു പോർഷനിൽ മടക്കി സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യുന്ന ടോപ്പിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു പോർഷനിൽ ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന കാലം കുറച്ചുകൂടെ നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്കെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് രണ്ടും ഈ ഒരു ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ ഈ ഒരു ബോട്ടം പോർഷൻ മുതൽ നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ പോർഷൻ, നമ്മൾ ഹിപ്പിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആ ഒരു പോർഷൻ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. രണ്ട് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ടിൻ്റെയും ബോട്ടം പോർഷൻ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഓപ്പൺ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ലൈനിങ്ങും ഈ ഒരു പോർഷനിലേക്ക് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒരു എഡ്ജ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. അപ്പോഴാണ് നമ്മളെ സ്ലിറ്റ് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അയൺ ചെയ്തും കൂടി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈനിങ് കുർത്തി വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.